ഹലോ മോനെ, നമുക്കിന്നേ ഒരു വലിയ ഒബ്ജക്റ്റും ഒരു ചെറിയ ഒബ്ജക്റ്റും രണ്ട് സാധനങ്ങൾ ആണ്. സെയിം സാധനങ്ങളാണ്, പക്ഷേ ഇത് സെയിം സൈസാണോ? അല്ലല്ലോ. അപ്പം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബിഗ് ആണ്, റൈറ്റ് സൈഡിൽ കാണുന്നത് സ്മോൾ ആണ്. അപ്പോൾ ഇതാണ് ബിഗും സ്മോളും തമ്മിലുള്ള വ്യത്യാസം. ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെമ്പരത്തി പൂവ് വലിയ പൂവല്ലേ, അതുപോലെ വലതുവശത്ത് കാണുന്ന ഒരു കുഞ്ഞു പൂവ് കണ്ടോ, അത് തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന്. ഒന്ന് വലുതാണ്, മറ്റത് വളരെ ചെറുതാണ്. അതുപോലെ കണ്ടോ, വലിയൊരു മരം, ബിഗ് മരം കണ്ടോ, അത് വളരെ വലുതാണ്, പക്ഷേ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയൊരു ചെടിയാണ്. അതുപോലെ കണ്ടോ, വലിയൊരു ആന, ബിഗ് എലഫൻറ്റ് അല്ലെങ്കിൽ ബിഗ് ആനിമൽ. അതേസമയം റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു കുഞ്ഞി ഉറുമ്പ്, ഒരു സ്മോൾ ആൻറ്റ്. അപ്പോൾ അതുപോലെ ഒരു വലിയ ഫ്ലാറ്റ്, ബിഗ് ഫ്ലാറ്റ്, റൈറ്റ് സൈഡിൽ ഒരു സ്മോൾ എന്താണ് ഹൗസ്, ചെറിയൊരു വീട്. ഇനി നമുക്ക് നമുക്ക് മോർ ആൻഡ് ലെസ് പഠിച്ചാലോ. മോർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ലെസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞിത്. ഇത് കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുറേ കുക്കീസ്, മോർ കുക്കീസാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന കുറച്ച് ലെസ് കുക്കീസാണ്. കണ്ടോ, വലതുവശത്ത് ലെസ് കുക്കീസ്. അതുപോലെ ഇടതുവശത്ത് മോർ ബിസ്ക്കറ്റ്സ് ആണ്, വലതുവശത്ത് കുറച്ച് ബിസ്ക്കറ്റ്സ് ആണ്, കുറച്ചൊരു 4-5 ഉള്ളൂ. അതുപോലെ കണ്ടോ, 2 ജാറുകൾ, അതിൽ ഇടതുവശത്ത് കുറേ വെള്ളം അല്ലേ, അതിൽ കണ്ടോ 3/4 ഭാഗം വെള്ളം, വലതുവശത്ത് കുറച്ച് ഭാഗം. അതുപോലെ ഇതെന്താന്ന് നോക്കിയേ, ഇതെന്താണ് ഔൾസ് അല്ലേ, ഒരു ഇടതുവശത്ത് 4 എണ്ണം, കുറേ ഔൾസ് ഉണ്ട്. അതുപോലെ വലതുവശത്ത് ഒരെണ്ണമേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബിഗും സ്മോളും മോറും ലെസ്സും ഒക്കെ മനസ്സിലായില്ലേ.